മനുഷ്യന്റെ തലച്ചോറെന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒന്നാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ സൈക്കോളജി, ബിഹേവിയർ എന്നിവയെപ്പറ്റി എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്ന സ്റ്റഡീസ് പബ്ലിഷ് ചെയ്യപ്പെടാറുണ്ട്. നമ്മൾ ഇന്ന് അതുപോലെയുള്ള 11 സൈക്കോളജിക്കൽ ഫാക്ട്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ തീരുമ്പോഴേക്കും ഈ ഫാക്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ പുതിയ പല കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നമ്പർ 11. നിങ്ങൾ ഈ ലോകത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നത് നിങ്ങൾ ഏതു തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ TV പ്രോഗ്രാംസ് ആണ് ഇഷ്ടം എന്നതിനെ ആശ്രയിച്ചിരിക്കും. പഠനങ്ങൾ പറയുന്നത് കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് സീരീസ്, അതായത് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ പോലും കൂടുതലായി കാണുന്ന ആളുകൾ ലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളെയൊക്കെ പെരുപ്പിച്ചു കാണുന്ന കൂട്ടത്തിലായിരിക്കുമെന്നാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കൂടുതൽ കാണുമ്പോൾ അവർക്ക് ഈ ലോകം തന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നായും അവരും ഇവിടെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകാമെന്നും കരുതുന്നു. പകരം നർമ്മമുള്ള അല്ലെങ്കിൽ ഫാന്റസിയുമായി ബന്ധപ്പെട്ട TV പ്രോഗ്രാമുകൾ കാണുന്ന ആളുകൾ ലോകത്തെ വളരെ പോസിറ്റീവായി നോക്കി കാണുന്നു. ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, നാം മീഡിയാസിലൂടെ കൂടുതലായി കാണുന്നത് എന്താണോ അത് നമ്മൾ ലോകത്തെ നോക്കി കാണുന്ന രീതിയെ തന്നെ പോസിറ്റീവായോ നെഗറ്റീവായോ സ്വാധീനിക്കുന്നു എന്നാണ്. നമ്പർ 10. നമ്മുടെ ചിന്താഗതി, അതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവ നമ്മൾ വളർന്നു വരുന്ന കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കും. സാമൂഹിക മനഃശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നിസ്ബെറ്റ് തന്റെ ദ ജോഗ്രഫി ഓഫ് തോട്ട് എന്ന ബുക്കിൽ പറയുന്നുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളിലെ ആളുകളുടെ മനസ്ഥിതി വെസ്റ്റേൺ രാജ്യങ്ങളിലെ വ്യക്തികളുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതായത് ഈ രണ്ട് സംസ്കാരങ്ങളുടെയും തത്വചിന്ത, സാമൂഹിക ഘടന, മതം, വിദ്യാഭ്യാസ സമ്പ്രദായം എന്നിവയിലെ വ്യത്യാസത്തിന് കാരണം ഈ രണ്ടു സ്ഥലങ്ങളിലുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ, ജപ്പാൻ, കൊറിയ, ചൈന പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ആളുകളുടെ ചിന്താഗതിയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയും കൂടുതൽ സമഗ്രമായതായിരിക്കും. ഒറ്റ നോട്ടത്തിൽ തമ്മിലൊരു ബന്ധവുമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന പാറ്റേൺസ് അഥവാ സാദൃശ്യം അവർക്ക് കണ്ടെത്താനുമാകുന്നു. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളവരുടെ ചിന്താഗതി കൂടുതൽ അനലിറ്റിക് അഥവാ വിശകലനം ചെയ്യുന്ന തരത്തിലായിരിക്കും. അതുപോലെ അവർ ഓരോ വസ്തുവിനെയും മറ്റുള്ളവയിൽ നിന്നും ബന്ധമില്ലാത്ത വേറിട്ട ഒന്നായി കാണുന്നു. രചയിതാവ് ബുക്കിൽ ഉദാഹരണമായി പറയുന്നത്, നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകൾക്ക് ഒരു ചിത്രം കാണിച്ചു കൊടുത്താൽ അവർ അതിൽ കാണുന്ന ഒരു പ്രധാന വസ്തുവിൽ മാത്രം ശ്രദ്ധിക്കാനാണ് സാധ്യത. അതേസമയം ഏഷ്യൻ സംസ്കാരത്തിൽ ജീവിച്ചു വളർന്ന ആളുകൾ ആ ചിത്രത്തിന്റെ പശ്ചാത്തലവും അതിൽ കാണിക്കുന്ന സന്ദർഭവും ഒക്കെ നോക്കി ആ പിക്ചറിൽ നിന്നും കിട്ടുന്ന സന്ദേശം എന്താണെന്നതിലാകും കൂടുതൽ ശ്രദ്ധിക്കുക. നമ്പർ 9. നമുക്ക് ഒരേ സമയം 150 ആളുകളോട് മാത്രമേ അടുത്ത ബന്ധം നിലനിർത്താനാകൂ. ഈ ഒരു ഫാക്ട് മനുഷ്യ പരിണാമവും നരവംശാസ്ത്രവും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഗവേഷകരുടെ ഉദ്ദേശം ഓരോ ജീവി വർഗത്തിന്റെയും സാമൂഹിക കൂട്ടായ്മയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാകുമെന്ന് അറിയുകയായിരുന്നു. ഇതറിയാനായി ഗവേഷകർ ഓരോ ജീവിയുടെയും തലച്ചോറിന്റെ വലിപ്പവും അവരുടെ സ്വവർഗത്തിലെ ജീവികളായുള്ള ബന്ധങ്ങളും തമ്മിലൊന്ന് ബന്ധപ്പെടുത്തി നോക്കി. അങ്ങനെ അവർ മനസ്സിലാക്കി നമ്മുടെ പൂർവികരുടെ സാമൂഹിക കൂട്ടായ്മ ചെറുതും അതുപോലെ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢവുമായിരുന്നു. എല്ലാവർക്കും പരസ്പരം അറിയാമായിരുന്നു. കൂടാതെ അവരുടെ കൂട്ടായ്മയുടെ നിലനിൽപ്പിന് വേണ്ടി പരസ്പരം സഹായിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഈ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ എണ്ണം നീണ്ട കാലയളവിൽ പോലും 100 അല്ലെങ്കിൽ 150 മേലെ പോയിട്ടില്ല. ഇതേ കാരണം കൊണ്ടാണ് നമുക്കും ഇതുപോലെ കുറച്ച് ആളുകളോട് മാത്രം അടുത്ത ബന്ധം പുലർത്തുവാൻ കഴിയുന്നത്. നമ്പർ 8. സാധാരണഗതിയിൽ നമുക്ക് തോന്നും നമ്മൾ എല്ലാ തീരുമാനങ്ങളും വളരെ ആലോചിച്ച് യുക്തിപരമായി ചിന്തിച്ചാണ് എടുക്കുന്നത് എന്ന്. പക്ഷെ സൈക്കോളജി പറയുന്നത് നമ്മൾ നമ്മുടെ കൂടുതൽ തീരുമാനങ്ങളും സബ് കോൺഷ്യസ്ലി ആണ് എടുക്കുന്നത് എന്നാണ്. ഉദാഹരണമായി, നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വാങ്ങുന്ന ഫോൺ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റുന്നതാണോ, അതിന്റെ വില നിങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നതാണോ, നല്ല കമ്പനിയുടെ ആണോ എന്നൊക്കെയാകും. പക്ഷെ ഇതിനു പിന്നിലും നിങ്ങൾക്കുള്ള മുൻവിധി അല്ലെങ്കിൽ പ്രവണത സ്വാധീനം ചെലുത്തുന്നുണ്ടാകാം. അതിപ്പോഴത്തെ ട്രെൻഡിനൊത്തൊരു ഫോൺ വാങ്ങാൻ നിങ്ങളോട് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ട് തൊട്ടേ ചെറിയ ഫോണുകളാണ് ഇഷ്ടമെങ്കിൽ അതേ ശീലത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ പ്രേരിപ്പിക്കും. നമ്പർ 7. നമുക്ക് ഏതെങ്കിലും നിയമം വളരെ കർശനമായി തോന്നുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു നിയമം മാത്രമല്ല ബാക്കി എല്ലാ നിയമങ്ങളും തെറ്റിക്കണമെന്ന്. മനഃശാസ്ത്രജ്ഞർ നമ്മുടെ ഈ ഒരു സ്വഭാവത്തെ റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഈ ഒരു ഫാക്ട് പറയുന്നത് ഒരാളെ നിർബന്ധിച്ചുകൊണ്ടോ അയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ടോ ഒരു കാര്യം അനുസരിപ്പിക്കുന്നത് ഒരിക്കലും ഫലം തരില്ല എന്നാണ്. നമുക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ താല്പര്യം തോന്നുന്നത് നമ്മളത് സ്വന്തം ഇഷ്ടപ്രകാരം കേൾക്കുന്ന കാര്യമാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ്. നമ്പർ 6. നമ്മൾ ജീവനില്ലാത്ത വസ്തുക്കളിൽ പോലും മനുഷ്യന്റെ മുഖമോ കണ്ടുപരിചയമുള്ള പാറ്റേൺസോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു.
അതുപോലെ നമുക്ക് മേഘങ്ങളിൽ മുഖങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപമോ ഒക്കെ കാണാൻ കഴിയും. ഇതിന് പിന്നിലുള്ള മനഃശാസ്ത്രം അറിയാത്ത ആളുകൾ ഇതൊക്കെ അത്ഭുതമാണെന്ന് കരുതുന്നു. പക്ഷെ സൈക്കോളജിയിൽ ഈ ഒരു പ്രതിഭാസത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ ഇതിനെ പരേഡോളിയ എന്ന് പറയുന്നു. പരിണാമത്തിന്റെ ഭാഗമായി നമ്മുടെ തലച്ചോറ് നമ്മുടെ ചുറ്റുപാടിൽ മറ്റു മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റു ഉപയോഗപ്രദമായ വസ്തുക്കളെയും ഒക്കെ തേടിക്കൊണ്ടിരിക്കും. ഇത് കാരണം ഇതുമായി സാദൃശ്യമുള്ള പാറ്റേൺസ് പോലും നമ്മുടെ തലച്ചോറിന് ശരിക്കും ഒരു മനുഷ്യനെയോ മൃഗത്തെയോ ഒക്കെ കണ്ട പോലെയുള്ള സംഗീതം കൊടുക്കും. നമ്പർ 5, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നല്ലപോലെ ഓർമ്മിക്കുന്നു എന്ന് കരുതുന്ന ഓർമ്മകൾ തെറ്റായിരിക്കും. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസത്തെ പറ്റിയോ ഫസ്റ്റ് കിസ്സിനെ പറ്റിയോ നിങ്ങൾക്ക് പറ്റിയ ഒരു അപകടത്തെ പറ്റിയോ ചോദിച്ചാൽ നിങ്ങൾ വേഗം തന്നെ അത് ഓർമ്മിച്ചു പറയും. പക്ഷെ ഗവേഷണങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് ഇത്തരം ഓർമ്മകളുടെ ഏറിയ പങ്കും നിങ്ങൾക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാകില്ല. മനഃശാസ്ത്രത്തിൽ നമുക്ക് ഏറ്റവും നന്നായി ഓർക്കുന്ന ഓർമ്മകളെ ഫ്ലാഷ് ബൾബ് മെമ്മറി എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്തരം ഓർമ്മകൾ പോലും ഏറെക്കുറെ തെറ്റായ ഓർമ്മകളാകും. കാരണം നമ്മുടെ ജോലി ഈ ഓർമ്മകളിൽ നിന്നും ഭാവിയിൽ ആവശ്യം വരുന്ന വിവരങ്ങൾ എടുക്കുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നടന്നത് എന്താണെന്ന് കൃത്യമായി ഓർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പകരം ആ ഒരു സംഭവം നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനം ചെയ്തത് അതായിരിക്കും നിങ്ങൾ ഓർക്കുക. നമ്പർ 4, പൊതുവെ നമുക്ക് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ കേട്ട പാട്ടുകളായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ. ഇതിന് കാരണം പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് നല്ല വികാരങ്ങൾ ഉണ്ടാക്കുന്ന ഡോപ്പമിൻ പോലുള്ള ഹോർമോൺ അല്ലെങ്കിൽ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. 12 മുതൽ 22 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മുടെ തലച്ചോറ് ഈ കെമിക്കൽസ് ഏറ്റവും കൂടുതൽ അളവിൽ റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പ്രധാനപ്പെട്ടതായി തോന്നുന്നു. അതുകൊണ്ട് ഈ പ്രായത്തിൽ പാട്ടുകളുടെ ഓർമ്മകളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് ചെറുപ്പത്തിൽ കേട്ട അതേ പാട്ടുകൾ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളായി നിലനിൽക്കുന്നു. നമ്പർ 3, നിങ്ങൾക്കൊരിക്കലും ആഹാരം, ലൈംഗികത, അപകടം എന്നിവയിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ സ്വയം നിയന്ത്രിക്കാനാകില്ല. ഈ ഒരു സ്വഭാവം നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും പഴക്കം ചെന്ന ഭാഗത്ത് നിന്ന് വരുന്നതാണ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ട് ഇതെനിക്ക് തിന്നാൻ പറ്റുമോ, ഇത് സെക്സുമായി ബന്ധപ്പെട്ടതാണോ, ഇതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നിങ്ങനെ നിലനിൽപ്പിന് പ്രധാനമായ ചോദ്യങ്ങളുടെ ഉത്തരം തേടിക്കൊണ്ടിരിക്കും. കാരണം ആഹാരമില്ലാതെ നമുക്ക് ജീവൻ നിലനിർത്താനാകില്ല. സെക്സ് ഇല്ലാതെ നമ്മുടെ വർഗത്തിന് സന്തതി പരമ്പരകൾ ഉണ്ടാകില്ല. പിന്നെ ജീവൻ തന്നെ അപകടത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ 2 ചോദ്യങ്ങൾ അവിടെ പ്രസക്തമല്ലാതാകും. നമ്പർ 2, നമുക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടി പണം ചെലവാക്കുന്നതിനേക്കാൾ സന്തോഷം കിട്ടുക മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെലവാക്കുമ്പോഴാണ്. നമ്മളിൽ കൂടുതൽ പേരും കരുതുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് ദീർഘകാലത്തേക്ക് സന്തോഷം നൽകുന്ന ഒന്നാണെന്നാണ്. പക്ഷെ മനഃശാസ്ത്രപരമായി ഗവേഷണങ്ങളിൽ പറയുന്നത് ഇത് സത്യമല്ല എന്നാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പണം ചെലവാക്കുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി തന്നെ മതിപ്പ് തോന്നുന്നു. ഇതുകൊണ്ട് നമുക്ക് സ്വയം മറ്റുള്ളവരോട് ഉത്തരവാദിത്വവും സ്നേഹവും അലിവും ഒക്കെയുള്ള ഒരാളാണ് ഞാനെന്ന തോന്നൽ ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ ദീർഘകാലത്തേക്കുള്ള സന്തോഷത്തിന് ഏറ്റവും പ്രധാനം നല്ല ബന്ധങ്ങളാണ്, അല്ലാതെ പണമോ അതുകൊണ്ട് വാങ്ങിയ വസ്തുക്കളോ അല്ല. നമ്പർ 1, നമ്മളെ ബ്രാൻഡുകളും ലോഗോകളും നമ്മൾ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിരിക്കുന്ന സമയം വേറൊരു തരത്തിലാണ് സ്വാധീനിക്കുക. കാരണം നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയം കൂടുതലായി എടുത്തു ചാടുന്ന പ്രവണത ഉണ്ടാകും. അപ്പോൾ പുതിയ അല്ലെങ്കിൽ അപകടം പിടിച്ച കാര്യങ്ങൾ പരീക്ഷിക്കാൻ നമുക്ക് അധികം മടി തോന്നില്ല. പണവും അപ്പോൾ നമ്മൾ കൂടുതലായി ചെലവാക്കുന്നു. പക്ഷെ ദുഃഖിച്ചിരിക്കുന്ന സമയം നമുക്ക് മുൻപേ പരിചയമുള്ള എന്തെങ്കിലും വേണമെന്ന് തോന്നും. പുതിയതെന്തെങ്കിലും പരീക്ഷിക്കുന്നതിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുന്നു. ഇത് ഐസ്ക്രീം ഫ്ലേവറിൽ തുടങ്ങി സിനിമ വരെ എന്തു തന്നെയും ആകാം. നമ്മുടെ ഈ പ്രവണത നമ്മുടെ ഡോപ്പമിൻ ലെവൽസിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ കൂടുതൽ ഉള്ളപ്പോൾ അത് നമ്മളെ കൂടുതൽ എക്സ്ട്രോവേർട്ടഡ് ആക്കുന്നു. അപ്പോൾ നമുക്ക് അറിയാത്തൊരു ചുറ്റുപാടിൽ പോകാൻ അധികം പേടി തോന്നില്ല. ഒരു പാർട്ടിയെ പറ്റി ആലോചിച്ചു നോക്കൂ. നമ്മൾ സന്തോഷിച്ച് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡ്രിങ്ക്സ് കഴിക്കുകയും എന്താഹാരവും വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഡോപ്പമിൻ ലെവൽസ് താഴുമ്പോൾ, അതായത് ഒരുപാട് പിരിമുറുക്കമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ഒരു വികാരം കൊണ്ട് തന്നെയാണ് ഷോപ്പിംഗ് ചെയ്യുന്ന സമയം നമുക്ക് നേരത്തെ അറിയാവുന്ന ബ്രാൻഡ് തന്നെ വാങ്ങുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.